ബാഗ് ബില്ല് ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി കൊട നോക്കാം. ഈ രണ്ട് കുട്ടികൾക്ക് കറുത്ത കൊട വേണം. പിന്നെ ഈ ചെറിയ രണ്ട് കുട്ടികൾക്ക് രണ്ട് റെയിൻകോട്ട് കൂടി വേണം. ഈ കറുത്ത കൊടയോ? ചേട്ടാ, കറുത്ത കൊടയൊന്നും വേണ്ട. നല്ല സ്റ്റൈലായിട്ട് കളർഫുൾ ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കൊട പോരട്ടെ. ആ ഫ്ലവർ ഡിസൈൻ ഒക്കെ ഉള്ളത്. അല്ല അത് അയാൾ അത് എടുക്കാൻ പോയല്ലോ. കേട്ട പാതി കേൾക്കാത്ത പാതി. അല്ല, നിനക്ക് മഴ കൊള്ളാതിരുന്നാ പോരെ? അതിനിപ്പോ കറുപ്പായാലെന്താ വെള്ളയാലെന്താ? ഈ അമ്മക്ക് ഫാഷനും ട്രെൻഡിങ്ങും ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ ടീച്ചേഴ്സ് വരെ വരുന്നത് നല്ല അടിപൊളിയായിട്ടാ. അപ്പോഴാണ് ഞങ്ങൾ സ്റ്റുഡൻസ്, ഞങ്ങൾക്ക് നല്ല കൊട തന്നെ വേണം. പിന്നെ കറുപ്പാണെങ്കിലേ മാറിപ്പോകും. എടി, അതിന് പിടി വേറെ എടുത്താ പോരെ? പിടി നോക്കി എടുത്താൽ മതി. പിടിയും കോഴിയൊന്നും വേണ്ട, കളർഫുൾ കൊട മതി. ഇനി പിടി നോക്കാനല്ലേ സമയം. ഈ കൊട എങ്ങനെയുണ്ട്? ഹായ്, നോക്കട്ടെ. ഇത് നല്ല സ്റ്റൈലായിട്ടുണ്ടല്ലോ. നീ കല്യാണത്തിനാണോ പഠിക്കാനാണോ പോണേ? എന്താ ഈ കൊടയുടെ പൊക്കത്ത് കാണിച്ചു വെച്ചിരിക്കുന്നേ? എനിക്കിഷ്ടായി. ഇതേപോലത്തെ ഒരു കൊടയും കൂടി ഉണ്ടോ? ഇതേപോലത്തെ കുറെ കൊടയുണ്ട്, പല കളർ ഷെയ്ഡും ഉണ്ട്. ഇത് തന്നെ എടുക്കട്ടെ മാഡം? എടുക്കണമെങ്കിൽ എടുക്ക. ഞാനിപ്പോ എന്ത് പറയാനാ? പിന്നെ ഈ രണ്ട് കുട്ടികൾക്ക് പാകുന്ന റെയിൻകോട്ട് അത് ഇട്ട് നോക്കി എടുത്താൽ മതി. വലുതൊന്നും വേണ്ട, കറക്റ്റ് അളവ് മതി. ഈ അമ്മ പഴയ അമ്മയാ, ഒന്നും അറിയില്ല. സമ്മതിച്ചു. ഇതെങ്ങനെയുണ്ട്? കറക്റ്റ് അളവല്ലേ? ഇത് കൊള്ളാം. ഇതിന്റെ അളവൊക്കെ കറക്റ്റാ. ഇത് റെയിൻകോട്ടാ. മഴ വരുമ്പോ ഇത് ഇട്ടിട്ട് പോയാ മഴ കൊള്ളൂല. അതിനല്ലേ കൊട തന്നെ ഉപയോഗിക്കണമെന്നില്ലടാ. റെയിൻകോട്ട് ആയാലും മതി. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ, റെയിൻകോട്ട് മതി. കൊടയും റെയിൻകോട്ടും എല്ലാം കൂടി എന്തിനാ? റെയിൻകോട്ട് മതി. ഇനിയിപ്പോ നമുക്ക് എന്താ? ചാരുവിനൊരു കൊട വാങ്ങാം. ഒരു കൊട വേണം, ഇത്തിരി ക്വാളിറ്റി ഉള്ളത് വേണം. ഇത് കുണുക്കി റെയിൻകോട്ടും കൊടയും കൂടി വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ദേ ചേച്ചിമാരെ പോലെ തുടങ്ങുവാണെങ്കിൽ നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. ഈ കൊട മതിയോ മാഡം? നല്ല കൊടയാണല്ലോ, അത്യാവശ്യം ക്വാളിറ്റിയും ഉണ്ട്. ഇതും കൂടി പാക്ക് ചെയ്തേക്കട്ടോ. എന്താണ് കുണുക്കന്റെ സങ്കടം ഇതുവരെ മാറിയില്ലേ? വാ, നമുക്ക് ടിഫിൻ ബോക്സും വാട്ടർ ബോട്ടിലും കൂടി വാങ്ങണം. അങ്ങോട്ട് നടക്ക്. ദൈവമേ, സ്കൂൾ തുറക്കാറായല്ലോ. ഈ ബാഗ് ആണെങ്കിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റില്ല. താഴെ മുഴുവൻ കീറിയിരിക്കുക. ഇനി ഞാൻ എന്ത് കൊണ്ടുപോകും? സിബും ചീത്തയിരിക്കുവാണല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? സോണിയാന്റി വഴക്കുറയും. എന്നാലും സാരമില്ല, ഒരു ബാഗ് വാങ്ങി തരുമോന്ന് ചോദിക്കാം. സോണിയാന്റി, എന്താടി ബാഗും കിടക്കയായിട്ട്? നീ നാട് വിടാൻ പോവാണോ? അതല്ല സോണിയാന്റി, സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ചയല്ലേ ഉള്ളൂ. ഈ ബാഗാണെങ്കിൽ മുഴുവൻ കീറിയിരിക്കുക. സിബും കേടായി. എത്ര തുന്നിയിട്ടും പറ്റുന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? നിനക്ക് ബാഗ് തുന്നി തന്നോ? അയ്യോ, അതല്ല സോണിയാന്റി, ഇപ്രാവശ്യം എനിക്ക് പുതിയൊരു സ്കൂൾ ബാഗ് വാങ്ങി തരാവോ? ഇതിലൊട്ടും ബുക്ക് വെക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. മമ്മി, എന്താ പപ്പി മോളെ? അതിനെന്റെ പപ്പിമോൾക്ക് വാങ്ങില്ലെന്ന് ആരാ പറഞ്ഞേ? നല്ല അടിപൊളി ബുക്കും ബാഗും അമ്മ വാങ്ങി തരുന്നുണ്ട്. പപ്പ ഗൾഫിൽ നിന്ന് കാശ് വെച്ചോട്ടെ കേട്ടോ. ഉടനെ അഴക്കും, ഇന്ന് തന്നെ. എന്തായാലും എന്റെ പപ്പിമോളെ കൊണ്ട് മമ്മ ഷോപ്പിങ്ങിന് പോകൂ പോരെ? നീ ഇതുവരെ പോയില്ലേ? നീ എന്ത് നോക്കി നിൽക്കുവാ? അല്ല സോണിയാന്റി, എനിക്ക് ബാഗ് വാങ്ങി തരുമോന്ന് പറഞ്ഞില്ലല്ലോ. ശരി ശരി, പപ്പിമോൾക്ക് വാങ്ങുമ്പോ നിനക്കും കൂടി ഞാൻ ബാഗ് വാങ്ങിത്തരാം. ഇപ്പൊ പോയി പണി നോക്ക്. താങ്ക് യു ആന്റി. എന്താണ് പപ്പിക്കുട്ടി, ബാഗ് വാങ്ങാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്താ? പപ്പിക്കുട്ടിക്ക് തോന്നുന്നുണ്ടോ ഞാൻ ചാരുവിന് ബാഗ് വാങ്ങുമെന്ന്? ഞാൻ പറ്റിച്ചതാ. അവൾ ആഗ്രഹിക്കട്ടെ. പപ്പിക്കുട്ടിക്ക് ബാഗുമായിട്ട് വാങ്ങി വരുമ്പോ അവൾ ഓടി വരും. അന്നേരം ഞാൻ കൊടുക്കുന്നുണ്ട് അവക്ക്. ബാഗല്ല, 2 അടി. ആരുമില്ലല്ലോ എന്ന് കരുതി ഫ്രീ ആയിട്ട് ഇവിടെ നിർത്തി പഠിപ്പിക്കുന്നതും പോരാ, അവക്ക് ബാഗും ബുക്കും എല്ലാം ഞാൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സും കിട്ടിയപ്പോ പറയുന്ന കേട്ടില്ലേ? ഇത്രയും ദിവസം സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞ ആളാ. എനിക്ക് ഇതില് ബിരിയാണി തന്നോട്ടോ. എന്ത് വേണമെങ്കിലും തരാം, കഴിച്ചാ മതി. എന്നൊരു കഷ്ടമുണ്ട് അമ്മേ. അയ്യോ, ഈ പിള്ളേരെന്താ ഇങ്ങനെ? വർഷം ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങാൻ പറ്റുമോ? ബാഗും കൊടയൊക്കെ വാങ്ങിയില്ലേ? ഈ വർഷം കൂടി അതിൽ കൊണ്ടുപോകും. 2 പേരുടെയും പാത്രവും വാട്ടർ ബോട്ടിലും നല്ലതാ, ഒരു കംപ്ലൈന്റും ഇല്ല. എന്നാലും അത് നല്ലോണം പഴയതായി. നിങ്ങൾ ഇത്രയും വലിയ പിള്ളേരായില്ലേ, ഇത് മാത്രം വാങ്ങിയാൽ മതിയോ? ഇനി എന്തൊക്കെ വാങ്ങണം? ബുക്സ് വാങ്ങണം, നെയിം സ്ലിപ്പ് വാങ്ങണം, പിന്നെ സ്കൂളിലെ ഫീസ് അടക്കണം, ഇനി സ്കൂൾ ബസ്സിന്റെ ഫീസ് അടക്കണം. നിങ്ങൾ മൂത്ത കുട്ടികളല്ലേ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ? എന്തായാലും ഇത്രയും ചെയ്യുന്നതല്ലേ അമ്മേ, അപ്പൊ പിന്നെ ഇതും കൂടി അങ്ങോട്ട് ചെയ്. മേടിക്കും എന്റെ കയ്യിന്ന്. ബുക്സും നെയിം സ്ലിപ്പൊക്കെ വേണമെങ്കിൽ എന്റെ കൂടെ വാ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്നോ. പുതിയ ലഞ്ച് ബോക്സ് കിട്ടിയതിന്റെ ഷോ ആണ്. ഇതൊക്കെ കൊണ്ട് പഠിക്കാൻ പോയാൽ മതി. കരഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയാം. നിങ്ങൾക്ക് ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ, പിന്നെന്താ?
അത് പഴയതാന്ന് പറഞ്ഞില്ലേ. ഇപ്പം ഞങ്ങൾക്ക് ലഞ്ച് ബോക്സ് വാങ്ങുന്നില്ല, അതുപോലെ അടുത്ത കൊല്ലം നിങ്ങൾക്കും വാങ്ങൂല. ഇത് തന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയും. അത് പറ്റില്ല, പുതിയത് വേണം. നിങ്ങൾക്ക് അടുത്ത കൊല്ലം പുതിയത് വേണമെങ്കിലേ നിങ്ങൾ ഇപ്പോഴേ അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിക്കേ. നീതു ചേച്ചിക്കും നിത്യ ചേച്ചിക്കും പുതിയ ലഞ്ച് ബോക്സ് വേണോന്ന്. ഞങ്ങൾക്ക് മേടിച്ചു തന്നില്ലേ അടുത്ത കൊല്ലം നിങ്ങൾക്കും മേടിക്കൂല. അയ്യോ, മേടിക്കൂലേ? അതല്ലേ ഇത്രയും നേരം പറഞ്ഞത്. നെയിം സ്ലിപ്പ് എങ്കിൽ നെയിം സ്ലിപ്പ് അതെങ്കിലും ഇഷ്ടത്തിന് മേടിക്കാൻ സമ്മതിച്ചാൽ മതിയായിരുന്നു. അതെന്താടി കുണിക്ക്? അതെ കുണക്ക, ഞാൻ പറഞ്ഞു തരാം. അതെ, അത് ഇങ്ങനെ സ്റ്റിക്കർ പോലത്തെ ഒരു ഒട്ടിക്കണ സാധനം. നിനക്ക് എങ്ങനെ അറിയാം? ഒട്ടിക്കണ കണ്ടു ഞാൻ. സ്റ്റിക്കർ ആണെങ്കിൽ എനിക്ക് വേണം. വാ, നമുക്ക് പോയി മേടിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നെയിം സ്ലിപ്പും ബുക്കൊക്കെ എടുത്തില്ലേ? ഒരു നെയിം സ്ലിപ്പ് എങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാൻ സമ്മതിച്ചല്ലോ. ഇനി മതി, എപ്പോൾ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്, നമുക്ക് പോകാം. എപ്പോഴാ ചാടി ചേച്ചിന്റെ വീട്ടിൽ പോണേ? നമുക്ക് നാളെ കൊണ്ടുപോയി ബാഗും കൊടയൊക്കെ കൊടുക്കാം. അയ്യോ, ഇന്ന് പോകാമേ? ഇന്ന് ഇത്രയും വൈകിയില്ലേ? അത് സാരില്ല, നമുക്ക് ഇന്ന് പോവാം. നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ പോകാം. അമ്മ വിശക്കണു. അമ്മ വിശക്കുമ്പോ നമുക്ക് ബിരിയാണി കട കയറാം. വീട്ടിൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ ഞാൻ പോകുന്നത്. അമ്മ പ്ലീസ്. അതാ ബിരിയാണി വേണ്ട, കുഴിമന്തി മതി. എല്ലാത്തിന്റെ പേരും പഠിച്ചു വെച്ചിരിക്കാം. വാ, ബില്ലടിച്ചിട്ട് പൈസ ഉണ്ടോ നോക്കട്ടെ, എന്നിട്ട് പോവാം. പപ്പിമോളെ, മമ്മി ഈ ബാഗ് വാങ്ങിയോ? എന്റെ പപ്പിമോള് വേണോന്ന് പറഞ്ഞ പിന്നെ മമ്മി വാങ്ങില്ലേ. ബാഗ് മാത്രമല്ല, അതെ വേറൊരു സർപ്രൈസും കൂടി ഉണ്ട്, കാണിക്കട്ടെ. എന്താ മമ്മി അത്? അയ്യോ മമ്മി, യൂണിക്കോം ബാഗും കൊടയും. പപ്പി ഹാപ്പി ആയി മമ്മി. പപ്പിനെ കൊണ്ട് പോയിട്ട് ഷോപ്പ് ചെയ്യണമെന്നാ മമ്മി ആദ്യം വിചാരിച്ചേ. പക്ഷേ സർപ്രൈസ് തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ മമ്മി പോയി മേടിച്ചേ. എങ്ങനെയുണ്ട്? എനിക്ക് ഒത്തിരി ഇഷ്ടായി. ഹായ് ട്രോളി ബാഗ്. ഇനി എനിക്ക് വെയിറ്റ് പൊക്കണ്ടല്ലോ, ഇങ്ങനെ ഒന്തി കൊണ്ടു നടന്നാ മതിയല്ലോ. മമ്മി, ഞാൻ ഇതെല്ലാം ഫോട്ടോ എടുത്തേ എന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കട്ടെ. അവരുടെ ബാഗൊക്കെ പൊട്ടയാ. ഓക്കെ പപ്പിമോളെ, വേഗം പോയി അയച്ചു കൊടുക്ക്. എല്ലാരും കണ്ടു കൊതിക്കട്ടെ നിന്റെ ബാഗ്. ഇടിച്ചാരു കണ്ടോ? എന്റെ കൊടയും ബാഗും കണ്ടോ? കണ്ടു പപ്പിമോളെ, നല്ല രസമുണ്ട്. ഇതെന്റെ മമ്മ വാങ്ങി തന്നതാ. സോണിയാൻറ്റി. എന്താടി? പാപ്പിമോക്ക് ബാഗ് വാങ്ങുമ്പോ എനിക്ക് വാങ്ങാന്ന് പറഞ്ഞില്ലേ, ആ ബാഗ് എവിടെ സോണിയാൻറ്റി? തരാം, നീ അവിടെ നിക്ക, ഞാൻ എടുക്കട്ടെ. ഇതാണ് നിനക്കുള്ള ബാഗ്. അയ്യേ, ഇതോ? എന്താടി ഇതിന് കുഴപ്പം? ഇത് തുന്നണ്ട, ഇത് കീറിയിട്ടില്ല, സിബൊക്കെ ഓക്കെ ആണ്. പിന്നെ പൊടി, അത് നീ ഒന്ന് കഴുകി എടുത്താൽ മതി ബക്കറ്റും വെള്ളം ഉപയോഗിച്ച്. നല്ല ബാഗാണ്, ഇത് ഉപയോഗിച്ചോ. പണ്ട് എപ്പോഴോ ടൂറ് കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാനൊക്കെ ഉപയോഗിച്ചതാ. പിന്നെ വേണ്ടാതെ തട്ടുംപുറത്ത് ഇട്ടിരുന്നതാ. കിട്ടിയത് നിന്റെ ഭാഗ്യം. അയ്യേ, ഈ ബാഗ് ഞാൻ എങ്ങനെ കൊണ്ടുപോകും? എങ്ങനെ കൊണ്ടുപോകുമെന്നോ? എന്താണ് കൊച്ചമ്മക്ക് ഈ ബാഗ് പോരെ? അതോ ബാഗ് വാങ്ങിത്തരാൻ ഇനി വേറെ ആരെങ്കിലും വരുമോ? പഠിക്കാൻ പോണെങ്കിൽ ഇതുകൊണ്ട് പോയാൽ മതി, ഇല്ലേ നീ പഠിത്തം നിർത്തിക്കോ. ദൈവമേ, ബാഗില്ലാതെ ഈ കൊല്ലം എൻ്റെ പഠിത്തം നിർത്തുമെന്നാ തോന്നുന്നേ. ഒരു കവറെങ്കിലും സംഘടിപ്പിക്കണം. എനിക്കൊരു ബാഗ് വാങ്ങിത്തരാൻ ആരുമില്ലല്ലോ ഇവിടെ.